Welcome to KAS Economics Hub, deciphering economics for competitive exams. Before we start our discussion, ഒരു ചോദ്യമാണ്. ചോദ്യം, എക്കണോമിക്സ് എന്ന ടേം കേട്ടപ്പോൾ എന്തൊക്കെ ടേംസ് ഓർ എന്തൊക്കെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു? ഇതൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ what all the different terms or concepts that come to your mind? എന്തൊക്കെയാണ്? വെരി ഗുഡ്. സൂര്യമൻ പറഞ്ഞു മണി എന്ന് പറഞ്ഞു. മണി എന്ന ആശയമാണ് വന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വെരി ഗുഡ്. നമ്മുടെ ഹരിഷൻ സാർ പറഞ്ഞു. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അരുൺ സാർ. എംപ്ലോയ്മെന്റ്, വെരി ഗുഡ്. ദെൻ സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് RBI, ബാങ്ക്, വെരി ഗുഡ്. സോ ഈ എക്കണോമി എന്ന ടേം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന ടേം കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടായ ആശയം സിമിലർ ആണ്. ഇപ്പം ഡിമാൻഡ് സപ്ലൈ, നന്ദകുമാർ സാർ, വെരി ഗുഡ്. നന്ദകുമാർ സാർ പറഞ്ഞു ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞു. ദെൻ പോവർട്ടി എന്ന് അബ്ദുള്ള സാർ പറഞ്ഞു. RBI, ബാങ്കിങ്, മണി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എംപ്ലോയ്മെന്റ്, ഓൾ ദീസ് കൺസെപ്റ്റ്സ് ആർ കവേർഡ് ഇൻ എക്കണോമിക്സ്. നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക്സ് എന്ന ആശയത്തിനകത്ത് ഇവയെല്ലാം വരുന്നുണ്ട്. നിങ്ങളെല്ലാം പറഞ്ഞ ശരിയാണ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും എംപ്ലോയ്മെന്റും പോവർട്ടിയും ഡിമാൻഡ് സപ്ലൈ, അൺഎംപ്ലോയ്മെന്റ്, GDP, ഇവയെല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു ടേം ആണ് എന്ത്? എക്കണോമിക്സ്. സോ ഓൾ ദീസ് ആർ കറക്റ്റ്. ഒരു ചോദ്യമാണ്, ഇതെല്ലാം ശരിയാണല്ലോ. ഒരു ചോദ്യമാണ്, ഹൗ ക്യാൻ വി ഡിഫൈൻ എക്കണോമിക്സ്? എങ്ങനെ നമുക്ക് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യാം? എക്കണോമിക്സ് എന്ന വിഷയത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മലയാളം പറഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. എന്താണ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രം. സോ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ടേം. മലയാളം പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അതിന്റെ മലയാളി വൽക്കരണം. ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് എക്കണോമിക്സ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്യാം? ഹൗ ക്യാൻ വി ഡിഫൈൻ ദ ടേം എക്കണോമിക്സ്? സോ ഇത് പറയാനായിട്ട് ഒരു കഥ പറയാം. സോ നിങ്ങൾ എല്ലാവരും കേട്ടുള്ള കഥയായിരിക്കും. ഇതൊരു ബൈബിളിന്റെ സ്റ്റോറിയാണ്. നമ്മുടെ ബൈബിളിലെ ഒരു കഥയാണിത്. സോ പലരും കേട്ടുള്ള കഥയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അറിയാമോ എന്താണെന്ന് അറിയാമോ? 5 loaves and 2 fish and 5,000 people. കേട്ട് കാണുമല്ലോ ഇത്. എന്താ കഥ? 5 അപ്പം കൊണ്ട് 5,000 പേരെ ഊട്ടുന്ന ജീസസ് ക്രൈസ്റ്റ്. സോ ഐ തിങ്ക് എവരി വൺ ഓഫ് യു ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് സ്റ്റോറി. നമ്മുടെ ബൈബിളിലെ ഒരു സ്റ്റോറിയാണ്. ഈ കഥ അറിയില്ലെങ്കിലും ഈ ഒരു കണ്ടസ്റ്റ് കിട്ടുവാണ് അല്ലെ? 5 അപ്പം കൊണ്ട് 5,000 പേരെ ഊട്ടുന്ന ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഈ ഒരു സ്റ്റോറിക്കകത്ത്, ഈ ഒരു കഥയിൽ യു ക്യാൻ ഗെറ്റ് ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ഈ ഒരു കണ്ടസ്റ്റ് എടുക്കുമ്പോൾ, ഈ ഒരു ഇവന്റ് എടുക്കുമ്പോൾ, ഈ ഇവന്റിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് യു ക്യാൻ സി ഈ കഥ എന്താ പറഞ്ഞേ? 5 അപ്പം കൊണ്ട് 5,000 പേരെ ഊട്ടുന്ന ജീസസ് ക്രൈസ്റ്റ്. ഈ 5 അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ദ ലിമിറ്റഡ് റിസോഴ്സ് ഇൻ ദ എക്കണോമി. നമ്മുടെ ലോകം എടുക്കുമ്പോൾ നമ്മുടെ ലോകത്തില് റിസോഴ്സ് എന്താണ്? പരിമിതമാണ്. ദ റിസോഴ്സ് ആർ ലിമിറ്റഡ്. നേരെ മറിച്ച് ഡിമാൻഡ്സ് ഓഫ് പീപ്പിളോ, ആളുകളുടെ ആവശ്യങ്ങളോ, ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ഇല്ലേ? ഇറ്റ് ഈസ് അൺലിമിറ്റഡ് ആണ്. സോ യു ക്യാൻ സി the 5 loaves and 2 fish in the story, it represents the limited resource in the world. The 5,000 people in the story represents the unlimited wants, the unlimited population. ആളുകളുടെ അനവധിയായ ആവശ്യങ്ങൾ, അതാണെന്ത് ഈ പറഞ്ഞ 5,000 ആളുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി നമ്മുടെ ലോകത്തില് റിസോഴ്സ് എന്ന് പറഞ്ഞല്ലോ ഞാൻ, അല്ലെങ്കിൽ വിഭവം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ വിഭവം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ആക്ച്വലി റിസോഴ്സ്? എന്താണ് വിഭവം? വാട്ട് ഈസ് റിസോഴ്സ്? നമ്മൾ പറയാറുണ്ടല്ലോ വിഭവം, റിസോഴ്സ്. എന്താണ് വിഭവം എന്ന് അറിയാമോ? വാട്ട് ഈസ് റിസോഴ്സ്? നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കേട്ടുള്ളൂ ടേം റിസോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് വെരി ഗുഡ്. സോ ആൻസി മാം പറഞ്ഞു ദാറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്. റൊണാൾഡോ പറഞ്ഞു എനിത്തിങ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. സോ റിസോഴ്സ്, വിഭവം എന്ന് പറഞ്ഞാൽ എനിത്തിങ്
that can satisfy a need. ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന ഒരു വസ്തു, അതാണ് എന്ത്? റിസോഴ്സ് എന്ന് പറയുന്നത്. സോ റിസോഴ്സ് ഈസ് സംതിങ് വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ എ നീഡ്. സോ ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റിയാണ് ഒരു വസ്തുവിനെ റിസോഴ്സ് ആക്കുന്നത്. സോ ദ യൂട്ടിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് മേക്ക് ആൻ ഒബ്ജക്ട് എ റിസോഴ്സ്. ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഉപയോഗ യോഗ്യത എന്ന് പറയും. ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റി ആണെന്ത്? ഒരു വസ്തുവിനെ റിസോഴ്സ് ആക്കി മാറ്റുന്നത്. സോ റിസോഴ്സ് മീൻസ് എന്താണ്? റിസോഴ്സ് മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു സാറ്റിസ്ഫൈ എ നീഡ്. മനുഷ്യന്റെ ഒരാവശ്യം നിറവേറ്റാൻ കഴിയുന്ന ഏതൊരു വസ്തു എന്താണ്? റിസോഴ്സ് ആണ്. സോ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ക്യാൻ യു പോയിന്റ് ഔട്ട് സം റിസോഴ്സ്? നിങ്ങൾ എല്ലാവരും ഒന്നുകിൽ യാത്ര ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. സോ നിങ്ങൾ ആ ഇരിക്കുന്ന സമയത്ത് ക്യാൻ യു സീ സം റിസോഴ്സ് നിയർ ടു യു? വെരി ഗുഡ്. റൊണാൾഡോ പറഞ്ഞു. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു, റിസോഴ്സ് ആണ്. ഫോൺ, വെരി ഗുഡ്, റിസോഴ്സ് ആണ്. വാട്ടർ, റിസോഴ്സ് ആണ്. അത് വെള്ളം കുടിക്കി വെച്ചേക്കാണോ അവിടെ? അല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കാണുന്നത്. വെരി ഗുഡ്, ലക്ഷ്മി. വാട്ടർ റിസോഴ്സ് ആണ്. ദെൻ ഫോൺ, ഇന്റർനെറ്റ്, വാട്ടർ. വേറെ ഒന്നുമില്ലേ? പറഞ്ഞോളൂ. നിങ്ങൾക്ക് മൈക്ക് ഓണാക്കി പറയാം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ഓൾസോ സ്വിച്ച് ഓൺ ദ മൈക്ക് ആൻഡ് സേ നോളജ് റിസോഴ്സ് ആണ്. യെസ്. ഫർണിച്ചേഴ്സ്, വെരി ഗുഡ്. പോരട്ടെ. കുറെ ഉണ്ടോ? ഇത്ര ഉള്ളോ? യു ക്യാൻ ടൈപ്പ് മൾട്ടിപ്പിൾ റിസോഴ്സ് കാണാമല്ലോ. ബുക്ക്, പെന്ന്, പേപ്പർ, ഇലക്ട്രിസിറ്റി. യാ, വെരി ഗുഡ്. അബ്ദുൽ സാർ, നന്ദകുമാർ സാർ, വെരി ഗുഡ്. ദെൻ നിങ്ങൾ ഫോൺ കാണുകയാണെങ്കിൽ ഫോണ്, ലാപ്ടോപ്പ്, നിങ്ങൾ വീട്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റ്, ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ, എ സി ഉണ്ടെങ്കിൽ എ സി, എല്ലാം. ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ, കട്ടില്, ചെയർ. സോ എന്താ റിസോഴ്സ് പറഞ്ഞ? റിസോഴ്സ് പറഞ്ഞാൽ വി കനോട്ട് കൺസ്ട്രെയിൻ. നമുക്ക് ഒരിക്കലും റിസോഴ്സിനെ പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യാം? വി ക്യാൻ ലിമിറ്റ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് പറഞ്ഞാൽ എന്താ? വി കനോട്ട് കൺസ്ട്രെയിൻ ദാറ്റ് തിങ്. കാരണം എല്ലാം നമുക്ക് ഉപയോഗമുണ്ടെങ്കിൽ എന്തും എന്താ? ഒരു റിസോഴ്സാണ്. പിന്നെ പറയട്ടെ, നമ്മൾ തന്നെ എന്താണ്? റിസോഴ്സ് അല്ലേ? നമ്മൾ സ്വമേധ എന്താണ്? വി ആർ അവർസെൽസ് എ റിസോഴ്സ്. നമ്മളെ കൊണ്ട് ഉപയോഗമില്ലേ? ഉണ്ടല്ലോ. സോ വി ആർ അവർസെൽസ് എ റിസോഴ്സ്. നമ്മൾ സ്വമേധ എന്താണ്? ഒരു വിഭവമാണ്. സോ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മാനുഷിക വിഭവശേഷി ഓർ മാനുഷിക വിഭവം, കേട്ടില്ലേ? സോ വി അവർസെൽസ് ആർ റിസോഴ്സ്. സോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, എനിക്കൊന്ന് പലർക്കും ഓർമ്മ കാണും, 2020 സമയത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രാലയത്തിന്റെ പേര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് റീനെയിം ചെയ്തു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് റീനെയിം ചെയ്തു. ആഫ്റ്റർ ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020, 2020 പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് ശേഷം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ ഒരു മന്ത്രാലയത്തിന് റീനെയിം ചെയ്തു. ആൻഡ് വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് മിനിസ്ട്രി? പഴയ പേരെന്തായിരുന്നു? വെരി ഗുഡ്. ആൻസി മാം, ഹരീഷ് സർ, സൂര്യ മാം ഒക്കെ കമന്റ് ചെയ്തു. ദ ആൻസർ ഈസ്, ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അല്ലേ? MHRD. സോ MHRD എന്നായിരുന്നു എന്ത്? ആ മന്ത്രാലയത്തിന്റെ പേര്, മാനുഷിക വിഭവശേഷി മന്ത്രാലയം. സോ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ്? സ്വമേധ റിസോഴ്സ് ആണ്. സോ റിസോഴ്സ് മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ എ നീഡ്. പക്ഷെ നോക്കുമ്പോ എന്താ? ഇന്റലിജൻസ് എന്താ? റിസോഴ്സ് ആണ്. നോളജ് അല്ലേ? ഇന്റലിജൻസ് നോളജ് ആണ്. സോ നോളജ് എന്ന് പറയും, വി ക്യാൻ സേ ഇറ്റ് ഈസ് എ റിസോഴ്സ്. ഓക്കെ. സോ വാട്ടർ, ഇലക്ട്രിസിറ്റി, then clothes, fisheries, food grains, vegetables, money, minerals, manufactured goods, landscape, knowledge, human, എല്ലാം എന്താ? റിസോഴ്സ് ആണ്. ആൻഡ് ഈ പറഞ്ഞ വിഭവങ്ങളെ we can classify this resource into two. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഭവങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ റിസോഴ്സ്, മറ്റൊന്ന് മാൻ മെയ്ഡ് റിസോഴ്സ്. പ്രകൃതിദത്ത വിഭവങ്ങൾ, അതുപോലെ മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. സോ ചോദ്യമാവട്ടെ, ക്യാൻ യു ഗീവ് മീ സം എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്? പ്രകൃതിദത്ത വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വരാം ഒന്ന് പറയാമോ?
ഒരു എക്സാമ്പിൾ പറയാമോ? സൺലൈറ്റ്, വാട്ടർ, വെരി ഗുഡ്. ഫ്യൂവൽ, വാട്ടർ, വിൻഡ്, വാട്ടർ, സോയിൽ, ഹീറ്റ് എനർജി. നോക്കുവാണെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ റിസോഴ്സസ് വിച്ച് വി ക്യാൻ എക്സ്ട്രാക്ട് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വിഭവങ്ങളാണ്. ഇപ്പൊ സൺലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. വാട്ടർ നമുക്ക് നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. വിൻഡ് നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാം. സോ പ്രകൃതിദത്ത വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ റിസോഴ്സസ് വിച്ച് വി ക്യാൻ ഡയറക്ട്ലി എക്സ്ട്രാക്ട് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, അതാണ് എന്ത്? നാച്ചുറൽ റിസോഴ്സ്. ദെൻ മാൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ മാൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ റിസോഴ്സസ് വിച്ച് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ വാല്യൂഡ് ഐറ്റം. ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ടേബിൾ പറഞ്ഞു, അല്ലെങ്കിൽ മൊബൈൽ പറഞ്ഞു, അല്ലെങ്കിൽ ടേബിൾ എടുത്തോളൂ, ടേബിൾ അല്ലെങ്കിൽ ചെയർ എടുത്തോളൂ. ഈ പറഞ്ഞ ടേബിളും ചെയറും നിർമ്മിക്കണമെങ്കിൽ വി നീഡ് ടിമ്പർ. നമ്മുടെ വീട്ടിൽ കട്ടിൽ നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി റിക്വയർ ടിമ്പർ വേണം. ആൻഡ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ആണ്. സോ മാൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സി there is conversion of natural resource into a value added item. So man-made എന്ന് പറയുമ്പോൾ, man-made resource എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ? man-made resource എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സുകളെ, നാച്ചുറൽ വിഭവങ്ങളെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ഒരു വാല്യൂ ആഡ് ഐറ്റമായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ ടേബിള്, ചെയർ, ലാപ്ടോപ്പ്, ഫാൻ, ലൈറ്റ് ഇവയെല്ലാം നിർമ്മിക്കണമെങ്കിൽ വി നീഡ് സം റിസോഴ്സസ്, വി നീഡ് സം മിനറൽസ് വേണ്ടേ? ഇപ്പം അയൺ ആൻഡ് സ്റ്റീൽ നമ്മൾ കാണുന്നതാണ്. വീട് പണി നടത്തണമെങ്കിൽ നമുക്ക് കമ്പി വേണം. ആൻഡ് ഈ പറഞ്ഞ അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാകണമെങ്കിൽ വി നീഡ് അയൺ ഓർ വേണം. സോ അയൺ ഓർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സും, നമ്മൾ അത് കഴിഞ്ഞ് നിർമ്മിക്കുന്ന സ്റ്റീൽ റോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് റിസോഴ്സും ആണെന്ന് അറിഞ്ഞിരിക്കുക. So resource can be categorized mainly into natural and man-made. എന്നാൽ ഇത് മാത്രമല്ല, resource can be further classified into renewable and non-renewable. Renewable and non-renewable. So can you say what is the difference between renewable and non-renewable? Renewable എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Renewable means those which can be restored. നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന, വെരി ഗുഡ് മാം, റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വിഭവങ്ങൾ, അതാണ് എന്ത്? റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാലോ റീസ്റ്റോർ ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ പെടുന്നതിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ പെടുന്നതിനെ റീജനറേറ്റ് ചെയ്യാത്ത റിസോഴ്സ്, അതാണ് എന്ത്? നോൺ റിന്യൂവബിൾ. ഫോർ എക്സാമ്പിൾ സൺലൈറ്റ്, വിൻഡ്, എയർ, വാട്ടർ ഇവയൊക്കെ എന്താ? റിന്യൂവബിൾ ആണ്. വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അത് റിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഇപ്പൊ ഫോസിൽ ഫ്യൂവൽസ്, ഇപ്പൊ നേരത്തെ ഒരു സാറ് പറഞ്ഞിരുന്നു ഫ്യൂവൽ ഇസ് റിസോഴ്സ് എന്ന് പറഞ്ഞു. എന്നാൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ, ഫോസിൽ ഫ്യൂവൽ പറയുകയാണെങ്കിൽ പെട്രോള്, ക്രൂഡ് ഓയിൽ ഒക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. സോ നമുക്കറിയായിരിക്കും ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. ക്രൂഡ് ഓയിൽ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ടുക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ശേഷമാണ് എന്ത്? കൂടുതൽ ഉണ്ടാവുന്നത്. നമ്മുടെ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഹൈ പ്രഷറിൽ പ്രഷറൈസ് ചെയ്യപ്പെട്ടാണ് എന്ത്? ഈ പറഞ്ഞ കൽക്കരി ആയാലും ഫോസിൽ ഫ്യൂവൽ ആയാലും എന്ത് ഉണ്ടാവുന്നത്. അതിന് ക്യാൻ സി ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂവൽ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ടുക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. വൺസ് നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ തീർന്നു കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യുന്ന എളുപ്പമായിരിക്കുമോ? ഇല്ല. ഇറ്റ് ടുക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു റീജനറേറ്റ്. സോ നമുക്ക് പറയാം ഫോസിൽ ഫ്യൂവൽ, നമ്മൾ കാണുന്ന കോൾ, ഇതൊക്കെ എന്താണ്? ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ റിസോഴ്സ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ubiquitous or localized. Ubiquitous, ubiquitous, ubiquitous and localized. എന്താണ് ബയോഫ്യൂൽ എന്ന് പറയുമ്പോൾ? എന്താ? ബയോഫ്യൂൽ ഈസ് റിന്യൂവബിൾ ആണ്. ബയോഫ്യൂൽ നോൺ റിന്യൂവബിൾ അല്ല, റിന്യൂവബിൾ ആണ്. ബയോഫ്യൂൽ എന്ന് പറയുന്നത് എന്താണ്? ബയോഫ്യൂൽ
ന്യൂസ് എന്താ ബയോഫ്യൂൽ? നമ്മൾ ഈ ഇടയ്ക്ക് ചർച്ച ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൈവേസ് നിതിൻ ഗഡ്കരി ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, നമ്മുടെ ഇനി മുതൽ ഇന്ത്യയിൽ എഥനോൾ വഴിയുള്ള വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ ഓടുമെന്ന് പറഞ്ഞിരുന്നു. എഥനോൾ എന്ന് കേട്ടിരുന്ന നിങ്ങൾ? കുറച്ചു കാലം മുന്നേ, എനിക്കൊന്നൊരു 5-6 മാസം മുന്നേ വാർത്തയിൽ വന്നതാണ്. എഥനോൾ വഴിയുള്ള വാഹനങ്ങൾ, അത് ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകൾ നിറയും. അങ്ങനെ ഇന്ത്യയുടെ ഇമ്പോർട്ട്, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഗണ്യമായി കുറയുകയും ഇന്ത്യക്ക് വൻ ലാഭം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. സോ യു ക്യാൻ സി, എഥനോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി മാനുഫാക്ചേർഡ് യൂസിങ് ഡിഫറെന്റ് റിമൈൻസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡെഡ് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ ഈ കരിമ്പില്ലേ, ഷുഗർ കെയിന്റെ ഒക്കെ ചണ്ടി, അതുപോലെ തന്നെ ഈ പഴകിയ നെല്ലുകള്, ചീഞ്ഞുപോയ അല്ലെങ്കിൽ കേടായിട്ടുള്ള ധാന്യങ്ങള്, പച്ചക്കറികള്, ഇവയെല്ലാം എടുത്തിട്ടാണ് എന്ത് ഈ ബയോഫ്യൂൽ ഉണ്ടാക്കുന്നത്. സോ ബയോഫ്യൂൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിന്യൂവബിൾ ആണ്, റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ കണക്ക് ഇത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒന്നും ഈ പറഞ്ഞ ബയോഫ്യൂൽ ഉണ്ടാകണമെങ്കിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ബയോഫ്യൂൽ ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. സോ അടുത്ത് പറഞ്ഞ എന്താ ക്ലാസിഫിക്കേഷൻ? ഈസ് ubiquitous ആൻഡ് ലോക്കലൈസ്ഡ്. ubiquitous ആൻഡ് ലോക്കലൈസ്ഡ്. എന്താണ് ubiquitous എന്ന് പറഞ്ഞാൽ? എന്താ പറയാൻ പറ്റുമോ? ubiquitous മീൻസ് സർവ്വവ്യാപിയായ വിഭവങ്ങൾ എന്നാണ്. സർവ്വവ്യാപിയായ വിഭവങ്ങൾ. ഉദാഹരണം പറയുമ്പോൾ the air we breathe, the water we drink, the wind we feel, ഇതെല്ലാം എന്താണ്? സർവ്വവ്യാപിയാണ്. ഒരു പെട്രോൾ ഏരിയ മാത്രമല്ല, ഇല്ലേ? ഇറ്റ് ഈസ് സ്പ്രെഡ് എവറിവെയർ ത്രൂ ദ വേൾഡ്. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. സോ ubiquitous means these are the resources which can be found everywhere. എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു റിസോഴ്സ്, അതാണെന്ത്? ubiquitous റിസോഴ്സ്. നേരെ മറിച്ച് ലോക്കലൈസ്ഡ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ these resources are available only in localized regions. ചില പ്രത്യേക ഏരിയയിൽ മാത്രം കാണുന്ന വിഭവങ്ങൾ, അതാണെന്ത്? ലോക്കലൈസ്ഡ് റിസോഴ്സസ്. ഒരു ഉദാഹരണം പറയട്ടെ. ഈ അടുത്തിടയ്ക്ക് തന്നെ കേട്ട മറ്റൊരു വാർത്തയാണ്, നിങ്ങൾ കേട്ടു കാണും. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ജമ്മു കാശ്മീരില്, ലഡാക്കില് ഒരു മിനറൽ റിസോഴ്സിന്റെ മിനറൽ റിസോഴ്സിന്റെ പ്രാതിനിധ്യം കണ്ടെത്തി. ക്യാൻ യു സേ ഏതാ റിസോഴ്സ് എന്ന്? അന്ന് വാർത്ത വന്നാണ്, എല്ലായിടത്തും പേപ്പറിൽ, പിറ്റേ ദിവസം പേപ്പറിൽ ഫുൾ പേജ് ന്യൂസ് ആയിരുന്നു അതിനെ പറ്റി. ഏതായിരുന്നു? വെരി ഗുഡ്. ഹരീഷ് സാർ, സൂര്യ മാം, റൊണാൾഡോ കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി. സോ ലിഥിയം റിസോഴ്സ് ആണ്. സോ കഴിഞ്ഞ വർഷം വാർത്ത വന്നൊരു ന്യൂസ് ആയിരുന്നു. നമ്മുടെ GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഹാസ് ഫൗണ്ട് ദാറ്റ് ഇന്ത്യയില് ജമ്മു കാശ്മീരിലെ ലഡാക്ക് ഏരിയയില് there is a significant presence. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഉള്ള ലിഥിയം റിസോഴ്സ് അവിടെ കണ്ടെത്തി. ആൻഡ് യു ക്യാൻ സി, ഈ ലിഥിയം റിസോഴ്സ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ റീചാർജബിൾ ബാറ്ററി ആണ്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മളിപ്പോ കാണുന്നതല്ലേ, പലയിടത്തും കാണുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. കാറും ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഇല്ലേ? സോ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, ട്രിവാൻഡ്രത്ത് നമ്മുടെ ഇലക്ട്രിക് ബസ് ഉണ്ടല്ലോ, സ്വിഫ്റ്റിന്റെ ഭാഗമായിട്ട് ചുമന്ന കളറിലുള്ള ഇലക്ട്രിക് ബസ് ഉണ്ട്. സോ ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ദർ ഈസ് സം ബാറ്ററി ഉണ്ട്, കാരണം റീചാർജ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി നിർമ്മിക്കണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭവമാണെന്ത്? ഈ പറഞ്ഞ ലിഥിയം എന്ന റിസോഴ്സ്. സോ നിങ്ങൾ കേട്ട് കാണും, ലിഥിയം അയോൺ ബാറ്ററി കേട്ടില്ലേ? ലിഥിയം അയോൺ ബാറ്ററി എന്ന് കേട്ട് കാണും. സോ ഈ പറഞ്ഞ ലഡാക്ക് റീജിയനിൽ നിന്ന് ലിഥിയം റിസോഴ്സ് ഇന്ത്യക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ വെഹിക്കിൾസിന്, ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരു പുഷ് ആണെന്ന രീതിയിലാണ് ഇത് വാർത്ത വന്നത്. കാരണം നമ്മൾ കറന്റ് നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ പല ഗവൺമെന്റുകളും നിലവിലുള്ള ക്രൂഡ് ഓയിലിന്റെ യൂസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? പെട്രോളിയം റിസോഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്രോൾ, ഡീസല്, കോൾ മുതലായ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂൽ എന്ന രീതിയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ്
ഇലക്ട്രിസിറ്റി, അതുപോലെ നമ്മുടെ സോളാർ എനർജി, വിൻഡ് എനർജി ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു എയിം ഉണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ ലിഥിയം അയൺ ബാറ്ററി, സോറി ലിഥിയം അയൺ റിസോഴ്സ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി എ ലോക്കൽ റിസോഴ്സ് ആണ്, എല്ലായിടത്തും ഇല്ല. ഇറ്റ് ക്യാൻ ബി സീൻ ഓൺലി ഇൻ പെർട്ടിക്കുലർ റീജിയൻസ്. അതാണെന്ത് ലോക്കലൈസ്ഡ് റിസോഴ്സ്. സോ റിസോഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു വേരിയസ് വേസ്. എന്തൊക്കെയാണ്? ലോക്കലൈസ്ഡ്, യുബിക്വിഷ്യസ്, മാൻമെയ്ഡ്, നാച്ചുറൽ, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എന്നിങ്ങനെ ഡിഫറെന്റ് രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു റിസോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എക്കണോമിക്സിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നേരത്തെ കണ്ട ബൈബിൾ സ്റ്റോറിയിൽ there is a mentioning, like there is the concept of, there is the definition of economics. എന്തായിരുന്നു പറഞ്ഞേ? ലിമിറ്റഡ് റിസോഴ്സ്, അൺലിമിറ്റഡ് വാണ്ട്സ് ഓഫ് പോപ്പുലേഷൻ. സോ എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിമ്പിൾ ടേം, ലേമൻ ലാംഗ്വേജിൽ ഇപ്പൊ എക്കണോമിക്സിനെ പറ്റി ഒന്നും പറയാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് എക്കണോമിക്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയണമെങ്കിൽ, യു ക്യാൻ യൂസ് ദിസ് ഡെഫിനിഷൻ. സോ ഇൻ സിമ്പിൾ ടേംസ് എക്കണോമിക്സ് can be defined as a study. എന്താണ്? ഒരു പഠനമാണ്. എന്തിനെ പറ്റി പഠനമാണ്? എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് scarce resources to satisfy the unlimited wants of the population. എങ്ങനെയാണ് ലോകത്തിലുള്ള പരിമിതമായ വിഭവങ്ങൾ നമ്മൾ ലോകത്തിലെ അനവധിയായ ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നത്? അതാണെന്ത് എക്കണോമിക്സ് എന്ന പറയാം. സോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് ഡിമാൻഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയാം. സോ എങ്ങനെയാണ് ഒരു സമൂഹം അവിടെയുള്ള പരിമിതമായ വിഭവങ്ങൾ അവരിലേക്ക് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? അതാണെന്ത് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ. ആ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമാണോ ഡെഫിനിഷൻ? അല്ല. കാരണം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക ശാസ്ത്രമാണ്, അല്ലെ? അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റഡിയാണ്, ഒരു പഠനമാണ്. സോ പഠനമായതുകൊണ്ട് തന്നെ എപ്പോഴും 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 എന്ത് ചെയ്യും? റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ യു ക്യാൻ സി എക്കണോമിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിന്റെ ഒരു സിംഗിൾ ഡെഫിനിഷൻ ആണ് എന്ത്? ഞാൻ ഈ പറഞ്ഞ എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് ഡിമാൻഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ഇത് കൂടാതെ തന്നെ യു ക്യാൻ സി there are other definitions which was postulated by various economists. നമ്മുടെ ലോകത്തിലുള്ള വിവിധ തരത്തിലുള്ള എക്കണോമിസ്റ്റുകൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നിരവധി ഡെഫിനിഷൻസ് എക്കണോമിക്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി ദ ഫസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്ത്. He is regarded as the father of economics, and he proposed that economics is a study of wealth creation of nations. എങ്ങനെ രാജ്യങ്ങളുടെ സ്വത്ത് വർദ്ധിക്കുന്നു, അതാണെന്ത് എക്കണോമിക്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ഒരു ബുക്ക് എഴുതിയിരുന്നു ആദം സ്മിത്ത്. ആ ബുക്കിന്റെ പേരാണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ, an inquiry into the nature and causes of wealth of nations. So an inquiry into the nature and causes of wealth of nations. So രാജ്യങ്ങളുടെ സ്വത്ത് സമ്പാദനമാണ് എക്കണോമിക്സിന്റെ പഠനം എന്ന് പറഞ്ഞു. സോ ഇങ്ങനെ നിരവധി എക്കണോമിസ്റ്റുകൾ അവരുടെ സ്റ്റഡി അനുസരിച്ച് they propose different definitions. So exam point of view, if you are preparing for KS exam അല്ലെങ്കിൽ UPSC ആയിക്കോട്ടെ, അവിടെ ഒന്നും എന്തില്ല, ഈ പറഞ്ഞ എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു വൺ ടൈം റീഡ് മാത്രമാണ്. ഒരു തവണ മാത്രം നോക്കി പോവുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൺ ടൈം റീഡ്. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ തവണ വായിച്ച് മാത്രം പോകേണ്ട കാര്യമാണിത്. ഇതിനു വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഒന്നും വേണ്ട. കാരണം എന്താ, എന്താണ് വിഷയം പരിചയപ്പെടുത്തുക മാത്രമാണ് ഇവിടെ. സോ ഒരു ഡെഫിനിഷൻ ആണ് എന്ത്? സ്മിത്തിന്റെ വെൽത്ത് ക്രിയേഷൻ ഓഫ് നേഷൻ ഡെഫിനിഷൻ. അതുപോലെ തന്നെ there is other definition by പോൾ സാമുവൽസൺ.
പോൾ സാമുവൽസൺ. ഇത് ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഗ്രോത്ത് ഡെഫിനിഷൻ. ആൻഡ് ഇൻ ദിസ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞോട്ടെ, ദർ ഇസ് നോ നീഡ് ടു സ്റ്റഡി ദിസ് ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷന്റെ കൃത്യമായ രൂപം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം കുറെ ഇലാബറേറ്റീവ് ആണ് ഡെഫിനിഷൻ. ജസ്റ്റ് ഐഡിയ ഉണ്ടായിരിക്കുക, ഇങ്ങനെ ഡിഫറെന്റ് ആശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുക. സോ ഗ്രോത്ത് ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ് ഒരു കൺട്രി വളരുന്നത്. സോ പോൾ സാമുവൽസൺ he said that economics is a study of how a nation is growing. എങ്ങനെ ഒരു കൺട്രി വളരുന്നു, അവരുടെ ദേശീയ വരുമാനം വളരുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ വളർച്ച, അവരുടെ GDP ഗ്രോത്ത്. സോ ഒരു കൺട്രിയുടെ ഗ്രോത്തിനെ പറ്റിയ പഠനമാണ് എന്ത് എക്കണോമിക്സ് എന്ന് പോൾ സാമുവൽസൺ പറഞ്ഞു. സോ he said that economics is a study of how a country is growing or growth of a country. ഒരു കൺട്രിയുടെ വളർച്ചയെ പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് പോൾ സാമുവൽസൺ പറഞ്ഞത്. അതുപോലെ there is another economist named as ആൽഫ്രഡ് മാർഷൽ. സോ നിങ്ങൾ ഒരു എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോൾ സാമുവൽസൺ, സ്മിത്ത്, മാർഷൽ എന്നീ കുറെ എക്കണോമിസ്റ്റുകളുടെ പേര് കിട്ടും. ആൻഡ് യു മേ സി ഇവരുടെ കുറെ ഹൈപ്പോത്തസിസ് ഉണ്ട്, ഇവിടെ കുറെ മോഡൽസും തിയറീസ് ഒക്കെ ഉണ്ട്. നമുക്കെന്താ അതിലേക്ക് പോകണമെന്നില്ല, നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ആൻഡ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് he proposed the welfare definition. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഡിഫറെന്റ് എക്കണോമിസ്റ്റ് ഉണ്ട്, ആൻഡ് ദീസ് എക്കണോമിസ്റ്റ് പ്രപ്പോസ് ഡെഫിനിഷൻ. പക്ഷെ പറയട്ടെ, ഇവരാരും തന്നെ മുന്നേ പറഞ്ഞ ആളുകളുടെ ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നില്ല, കൗണ്ടർ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദേ ആർ ആഡിങ് ഓൺ ടു ദാറ്റ്. ഇപ്പം സ്മിത്ത് പറഞ്ഞു വെൽത്ത് ക്രിയേഷൻ ഓഫ് നേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ആൾ പറഞ്ഞത് എന്താ, ശരിയാണ് സ്മിത്ത് പറഞ്ഞത്, എന്നാൽ അത് മാത്രമല്ല ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ റിസർച്ച് വി ക്യാൻ സീ ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഈസ് എക്സ്പാൻഡിങ്. മാർഷൽ പറഞ്ഞ എന്താണ് എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഹൗ എ കൺട്രി ഈസ് എൻഷുറിങ് വെൽഫെയർ അമംഗ് ദ പോപ്പുലേഷൻ. എങ്ങനെ ഒരു കൺട്രി ആ കൺട്രിയിലെ ജനസമൂഹത്തിന്, ആ സൊസൈറ്റിക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നു, അല്ലെങ്കിൽ വെൽഫെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിനെ പറ്റിയുള്ള പഠനമാണെന്നാണ് മാർഷൽ പറഞ്ഞത്. സോ യു ക്യാൻ സീ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഡിഫറെന്റ് ഡെഫിനിഷൻസ് എക്കണോമിക്സിന് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഞാൻ ഒരു ചോദ്യമാണ്, നമ്മൾ when we discuss the syllabus, I never use the term Indian economics. ഞാൻ സിലബസ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഒരിക്കലും ഇന്ത്യൻ എക്കണോമിക്സ് എന്നോ കേരള എക്കണോമിക്സ് എന്നോ പറഞ്ഞില്ല, മറിച്ച് I only use the term Indian economy and Kerala economy. So can you say the difference between these two? എന്താണ് വ്യത്യാസം? ഈ പറഞ്ഞ എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം? എക്കണോമിക്സ് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എക്കണോമി, ഇന്ത്യൻ എക്കണോമി എന്ന് വരും. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ജെയ്സൺ സാറല്ലേ പറഞ്ഞത്? ഓക്കെ, അതെ. സോ എന്താ പറഞ്ഞേ, എക്കണോമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആശയങ്ങൾ, അതിലെ പ്രിൻസിപ്പിൾസ്, അതിലെ ഹൈപ്പോത്തിസിസുകൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ, ഒരു ടെറിട്ടറിക്കൽ ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എക്കണോമി എന്ന് പറയും. ഉദാഹരണം പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡിഫറെന്റ് ആശയങ്ങളുണ്ട്, ടാക്സ് പ്രിൻസിപ്പിൾസ്, അതുപോലെ മോണിറ്ററി പോളിസീസ്, ഫിസിക്കൽ പോളിസീസ്. ഇതൊക്കെ എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിലെ ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ ഇന്ത്യ എന്ന ഒരു ടെറിട്ടറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഇന്ത്യ എന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ, ഒരു ലാൻഡ് ബൗണ്ടറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി മാറി? ഈ എക്കണോമിയായി മാറി. സോ ദാറ്റ് ഈസ് വൈ വി യൂസ് ദ ടേം ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, US എക്കണോമി, UK എക്കണോമി. സോ കേട്ടാണല്ലോ നിങ്ങൾ, റഷ്യൻ സമ്പദ് വ്യവസ്ഥ, കേരള സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ, ഇത് കേട്ട് കാണും. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് എക്കണോമിക്സ്. ഇത് അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നു കൂടെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. And now you can see what are the various economic activities in an economy. ഒരു സാമ്പത്തിക ഘടന എടുക്കുകയാണെങ്കിൽ, ഒരു സമ്പദ്ഘടന എടുക്കുകയാണെങ്കിൽ
ആ സമ്പദ്ഘടനയിൽ പ്രധാനമായും കാണുന്ന ഡിഫറെന്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 3 തരത്തിലാണ് ഒരു കൺട്രിയിലെ, ഒരു സമ്പദ്ഘടനയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തരംതിരിക്കുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ, മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് കൺസംഷൻ. സോ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ദീസ് ആർ ദ 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എവറി എക്കണോമി ഇൻ വേൾഡ്. നമ്മുടെ ലോകത്തിലുള്ള ഏത് സമ്പദ്ഘടന എടുത്താലും ആ സമ്പദ്ഘടനയിൽ കാണുന്ന പ്രധാനപ്പെട്ട 3 പ്രവർത്തനമാണെന്ത്? നിർമ്മാണം, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അതിന്റെ ഉപയോഗം. സോ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, അതാണെന്ത്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് ഈ ടേം ഞാൻ ഉപയോഗിക്കും. എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കും എന്ന് പറയും. സോ വെൻ വി ഡിസ്കസ്ഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടേം ഉപയോഗിക്കും. സാമ്പത്തിക പ്രവർത്തനം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി മീൻസ് എന്തൊക്കെയാണ്? അവിടെ നിർമ്മാണം വർദ്ധിക്കുന്നു, അവിടെ ഡിസ്ട്രിബ്യൂഷൻ വർദ്ധിക്കുന്നു, അതുപോലെ ആളുകളുടെ കൺസംഷൻ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. വി ക്യാൻ ബ്രീഫ്ലി ഡിസ്കസ് ദ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. സോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പഠനശാഖയിൽ പ്രധാനമായിട്ടും 2 ബ്രാഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, മറ്റൊന്ന് മാക്രോ എക്കണോമിക്സ്. മൈക്രോ പേര് പോലെ തന്നെ എന്താ? സൂക്ഷ്മ സിദ്ധാന്തം എന്ന് പറയും. സൂക്ഷ്മ ജീവികൾ കേട്ട് കാണുമല്ലോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മ ജീവികൾ എന്നൊക്കെ കേട്ടില്ലേ? സോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ സ്റ്റഡി വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ്. അതായത് നമ്മുടെ പഠനം നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കൺസ്ട്രെയിനിങ് അവർ സ്റ്റഡി. നമ്മുടെ പഠനം നമ്മൾ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ പരിമിതപ്പെടുത്തുന്നു. സോ ഇഫ് വി ആർ കൺസ്ട്രെയിനിങ് അവർ സ്റ്റഡി ഇൻ ടു എ സ്മോൾ ഏരിയ, ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിലേക്കോ ഒരു ചെറിയ ഏരിയയിലേക്കോ നമ്മുടെ പഠനം നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായി മാറി? ഇറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ്. ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു ഫാമറിന്റെ വരുമാനം എത്ര, ഇന്ത്യയിലെ ഇന്നൊരു ഫാമറിന്റെ വരുമാനം എത്ര എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു മൈക്രോ ലെവലാണ്. ഒരാളെ മാത്രം പോയിന്റ് ചെയ്ത് നോക്കുക. അതുപോലെ ഇന്ത്യയിലെ എയർടെൽ എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ജിയോ എന്ന കമ്പനിയുടെ, റിലയൻസ് എന്ന കമ്പനിയുടെ ഒരു വർഷത്തെ വരുമാനവും ചെലവും എത്ര? സോ നമ്മുടെ പഠനത്തെ നമ്മൾ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഒരു ചെറിയ ഏരിയയിലേക്ക്, ഒന്നുകിൽ പറയാണ് ഒരു കമ്പനി, ഒരു ഇൻഡിവിജ്വൽ കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മേഖല കൺസിഡർ ചെയ്യുന്നു. ഇതാ പറയുമ്പോൾ ഇന്ത്യ എന്ന കൺട്രി എടുക്കുമ്പോൾ വി ഹാവ് ഇൻഡസ്ട്രീസ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. പല മേഖലകൾ നമുക്ക് എന്തുണ്ട്? വ്യവസായങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ സേവന മേഖലയുണ്ട്, വ്യവസായ മേഖലയുണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. ഇത് നമ്മൾ പറയാണ് ടെലികോം മേഖലയിൽ, ഇന്ത്യയിലെ ടെലികോം മേഖലയിലെ ഗ്രോത്ത് ട്രെൻഡ് എങ്ങനെയാണ് എന്ന് മാത്രം പഠിക്കുന്നു. അതെന്താണ്? മൈക്രോ ആണ്. സോ ഒരു ചെറിയ ഏരിയയിലേക്ക്, ഒരു ചെറിയ മേഖലയിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ പഠനം ചുരുക്കുകയാണെങ്കിൽ അതെന്താണ്? മൈക്രോ എക്കണോമിക്സ്. സോ +2 ഞാൻ പറഞ്ഞു there are 2 ടെക്സ്റ്റ് ഉണ്ട്. ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. അതില് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ആണെന്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാമിന് വരുന്നതും അത് തന്നെയാണ്. മൈക്രോ എക്കണോമിക്സ് എന്താ അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് എക്സാമിക് പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് അല്ല. അതുപോലെ ദ സെക്കൻഡ് ബ്രാഞ്ച് ആണ് മാക്രോ എക്കണോമിക്സ്, അഥവാ സ്ഥൂല സിദ്ധാന്തം എന്ന് പറയും മലയാളത്തിൽ. സോ മാക്രോ എക്കണോമിക്സ് ഇത് പറയുമ്പോൾ എന്താ? മാക്രോ പേര് പോലെ തന്നെ ദിസ് സ്റ്റഡി ഈസ് കവറിങ് ദ എക്കണോമി ആസ് എ ഹോൾ. ഒരു ഹോൾ സ്കെയിലില്, ഒരു ഹോളിസ്റ്റിക് സ്കെയിലില് നമ്മുടെ എക്കണോമിയെ പറ്റി പഠിക്കുകയാണെങ്കിൽ എന്തായി? അത് മാക്രോ എക്കണോമിക്സ് ആയി. ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് എങ്ങനെയാണ്. സോ ഇന്ത്യ എന്ന എക്കണോമി മൊത്തമായിട്ടാണ് പഠിക്കുന്നത്. സോ വി ആർ ഹാവിങ് എ ഹോളിസ്റ്റിക് സ്റ്റഡിയാണ്. അതുകൊണ്ട് എന്താണത്? മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ,
ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ഇത് മാക്രോ ആയിരിക്കുമോ മൈക്രോ ആയിരിക്കുമോ? ഇന്ത്യയുടെ തൊഴിലിനെ പറ്റി പറയുന്നു. ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്, ഈസ് ദിസ് മൈക്രോ ഓർ മാക്രോ? എന്താണ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് മൈക്രോ ആണോ? ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞേ അതാണ് മൈക്രോ വന്നേ? മൊത്തമല്ല പറഞ്ഞേ. ഇന്ത്യ എന്ന എക്കണോമിയുടെ, ഇന്ത്യ എന്ന സമ്പദ്ഘടനയുടെ മൊത്തം പറയുന്നത്. ഇവിടെയുള്ള തൊഴിലവസരങ്ങൾ, ഇവിടെയുള്ള തൊഴിൽ മൈക്രോ അല്ല, ഇറ്റ് ഈസ് മാക്രോ ആണ്. കാരണം എന്താ? വി ആർ സ്റ്റഡിയിങ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ആസ് എ ഹോൾ. ഇന്ത്യയുടെ മൊത്തം തൊഴിലിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വന്തം അത് മാക്രോ. അതുപോലെ ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഇന്ത്യ എന്ന കൺട്രിയുടെ ദേശീയ വരുമാനം അതെന്തായിരിക്കും? മാക്രോ ആയിരിക്കും. കാരണം എന്താ? വി ആർ സ്റ്റഡിയിങ് ഇന്ത്യ ആസ് എ ഹോൾ. നേരെ മറിച്ച് ഒരു ചോദ്യം പറയാണ്, വാട്ട് ഈസ് ദ കറന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എയർടെൽ ടെലികോം? എയർടെൽ ടെലികോം എന്ന കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? അവിടെ വരുമാനം എന്താണ് എന്ന് ചോദിക്കും. എന്താണ്? ഇറ്റ് ഈസ് മൈക്രോ ആണ്. കാരണം എന്താ? ഒരു പെർട്ടിക്കുലർ കമ്പനി എടുത്ത് പഠിക്കുകയാണ്. അതുപോലെ ഒരു കർഷകന്റെ മാത്രം ഇൻകം എടുത്ത് നോക്കുന്നു, അതും എന്താ? മൈക്രോ ആണ്. കാരണം എന്താ? വി ആർ കൺസ്ട്രെയിനിങ് അവർ സ്റ്റഡി ഇൻ ടു എൻ ഇൻഡിവിജ്വൽ ആണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, so now we are going to discuss the last topic in today's session, which is the sectors in the economy ആണ്. സോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം പലർക്കും അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവർ കുറച്ച് ബോർഡ് അടിക്കണം. കാരണം എന്ന് വെച്ചാൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ഇൻട്രോ ഒക്കെ പറയത്തുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ ഇലാബറേറ്റീവ് ആയിട്ട് പോകും. അപ്പൊ കുറച്ച് ഡൈവേഴ്സ് ടോപ്പിക്സ് വരും. അറിയാവുന്നവർ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാവരെയും അഡ്രസ് ചെയ്യണമല്ലോ. കാരണം ചിലർക്ക് അറിയാം കുറെ വേഗത്ത് പോകും എന്ന് തോന്നലുണ്ടാവും. സോ നമ്മളൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലേ? സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എക്കണോമി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിർമ്മാണം, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എക്കണോമിയിലെ പ്രധാനപ്പെട്ട 3 മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സോ whenever we are seeing an economy, ആ എക്കണോമിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായും 3 മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെയാ മേഖലകൾ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. സോ സം ഓഫ് യു ഹാവ് ഓൾറെഡി ലേൺ ദിസ് കൺസെപ്റ്റ്സ്. സോ സെക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ, മേഖല എടുക്കുവാണെങ്കിൽ, ഒരു സമ്പദ്ഘടനയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായും ഈ പറഞ്ഞ 3 മേഖലയിലാണ് നിലകൊള്ളുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയും. സോ നമുക്ക് ഇനിയുള്ള KS എക്സാമിന് സപ്പോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് കുറവാണെങ്കിൽ വറി ചെയ്യണ്ട. കാരണം നമ്മുടെ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാംസും ഇംഗ്ലീഷിലും മലയാളത്തിലാണ് ചോദ്യം വരുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. സോ നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കണ്ട. അത്യാവശ്യം ഈ പറഞ്ഞ മലയാളം വായിച്ച് മനസ്സിലാവും. പക്ഷെ പറയട്ടെ, പല ചോദ്യങ്ങളും നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് വരുന്നത്. അതുകൊണ്ട് ചില ടേംസിന്റെ ടേം ഒക്കെ മാറിപ്പോവും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്യുമ്പോൾ. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ മലയാളം ട്രാൻസ്ലേഷൻ കുഴപ്പമില്ല. ആൻഡ് ആൾസോ നമ്മുടെ PSC പറയുന്നുണ്ട്, ഇൻ കേസ് മലയാള വിവർത്തനം തെറ്റുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഇംഗ്ലീഷ് ആയിരിക്കും എന്താ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എറർ ഉണ്ടെങ്കിൽ മാത്രമേ ചലഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. മലയാളം ട്രാൻസ്ലേഷൻ എറർ ഉണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് കനോട്ട് ബി ചലഞ്ച്. അതാണ് PSCയുടെ ഇപ്പോഴത്തെ നയം. സോ എനിവേ ദർ ആർ 3 സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി ആൻഡ് ടെർഷറി. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ചോദിക്കട്ടെ, എന്തായിരിക്കും പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ? പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രവർത്തനം എന്താണ്? എന്തായിരിക്കാം?
പ്രൊഡക്ഷൻ ആണ്. എല്ലാവർക്കും പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ 3 മേഖലയിൽ എന്തുണ്ട്? നിർമ്മാണമുണ്ട്. യാ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി മാം, അബ്ദുള്ള സാർ, ഹരീഷൻ സാർ, സൂര്യ മാം. നോക്കുവാണെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ ദിസ് സെക്ടർ മെയിൻലി ഡീൽസ് വിത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു നേച്ചർ. പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയാണെന്ത്? ഈ പറഞ്ഞ പ്രൈമറി സെക്ടർ. സോ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് വരുന്ന പ്രവർത്തനം എന്താ? പ്രധാനമായും ഇവിടെ വരുന്നത് യു ക്യാൻ സി ദർ ഈസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ. അതുകൂടാതെ യു ക്യാൻ സി നമ്മളെ ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി കേട്ടുകൊണ്ടുവല്ലോ. കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി, ലൈഫ് സ്റ്റോക്ക്, അതുപോലെ പൗൾട്രി, കോഴി വളർത്തൽ, ദെൻ ക്വാറിയിങ്, മൈനിങ്, ഇവയൊക്കെ എന്താണ്? പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി ആണ്. അതുപോലെ ഫിഷറീസ്, മത്സ്യബന്ധനം, അതുപോലെ ഫോറസ്ട്രി, വനം. സോ ഇവയെല്ലാം എന്താ? പ്രൈമറി സെക്ടർ ആക്ടിവിറ്റിയാണ്. ദെൻ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡറി സെക്ടർ മെയിൻലി ഡീൽസ് വിത്ത് ഇൻഡസ്ട്രി ആണ്, വ്യവസായ മേഖലയാണ് എന്ത്? സെക്കൻഡറി എന്ന് പറയുമ്പോൾ. സോ ഇൻ ദ സെക്കൻഡറി സെക്ടർ യു ക്യാൻ സി ദർ ഈസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം നേച്ചർ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നേച്ചറിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ ആഡ് ഐറ്റമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ ഇൻ ദ secondary sector we are converting raw materials that we are extracting from nature into a value added item. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റുന്നു. അതാണ് എന്ത്? സെക്കൻഡ് സെക്ടർ ആക്ടിവിറ്റി. സോ ഡിഫറെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ, നിർമ്മാണം, ഇവയൊക്കെ എവിടെ വരുന്നു? സെക്കൻഡ് സെക്ടറിൽ വരുന്നതാണ്. അതുപോലെ തേർഡ് ഓർ ടെറിഷറി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എന്താ? പ്രധാനമായിട്ടും തൃതീയ മേഖലയാണ്, സർവീസ് ആണ്, സേവനങ്ങളാണ്. സോ ഇപ്പോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് എ സർവീസ് ആണ്. സോ മറ്റേ അർത്ഥത്തിലല്ല, മറ്റേ സേവനമല്ല, സേവന മേഖല ഉദ്ദേശിച്ചത്. സോ സർവീസ് സെക്ടർ ആണ്. വി ക്യാൻ സി എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം എന്താണ്? സർവീസ് ആണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. സോ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. ഫോണില്ലേ? ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിൽ വരുന്നതാണ്? സെക്കൻഡറി ആണോ ടെറിഷറി ആണോ? നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, മൊബൈൽ ഫോണ് സെക്കൻഡറി ആണോ ടെറിഷറി ആണോ? സോ എല്ലാവരുടെ കയ്യിൽ കാണുമല്ലോ ഫോൺ സെക്കൻഡറി ആണ്. വെരി ഗുഡ്. നോക്കുവാണെങ്കിൽ അതിലേക്കാണ് എത്തിയത്. നോക്കുവാണെങ്കിൽ ഫോൺ, മാനുഫാക്ചറിങ് ഓഫ് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഔട്ട്പുട്ട് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു നിർമ്മാണത്തിന് ഔട്ട്പുട്ട് ആണല്ലോ ഫോൺ. എന്ത് നിർമ്മാണമാണ്? ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു വ്യവസായത്തിൽ, ഇപ്പം അസ്യൂസോ ആപ്പിളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷവോമിയോ അല്ലെങ്കിൽ സാംസങ് ഒക്കെ ആണെങ്കിൽ ദേ ഹാവ് എ ഫാക്ടറി. സാംസങ്ങിന് ഫാക്ടറി ഉണ്ട്, ആപ്പിളിനുണ്ട്. സോ ദേ ഹാവ് ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ ദേ ആർ പ്രൊഡ്യൂസിങ് എ ഫോൺ. അവരെന്ത് ചെയ്യാണ്? ആ ഫാക്ടറിയിലാണ് എന്ത്? ഒരു ഫോൺ നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കാനായിട്ട് ദേ റിക്വയർ ഡിഫറെന്റ് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇൻ ദിസ് സെക്ടർ അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അണ്ടർ സെക്കൻഡറി ആണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഫോണിലുള്ള കണക്ടിവിറ്റി, ഇപ്പൊ നേരത്തെ ആൻസിമം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോണിലുള്ള സർവീസ് പ്രൊവൈഡർ, ഇപ്പൊ BSNL, എയർടെൽ, ജിയോ, അതുപോലെ ഐഡിയ, വോഡഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ എന്താണ്? ഇറ്റ് ഈസ് അണ്ടർ സെക്കൻഡറി അല്ല, ടെറിഷറി ആണ്. സോ മൊബൈൽ ഫോൺ സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് സെക്ടർ ആണ്. നേരെ മറിച്ച് ദ കണക്ടിവിറ്റി ഇറ്റ് ഈസ് അണ്ടർ സർവീസ് സെക്ടർ ആണ്. അതുപോലെ വേറൊരു ചോദ്യം,
വാട്ടർ സപ്ലൈ ഈസ് കമ്മിങ് അണ്ടർ വിച്ച് സെക്ടർ? ജലസേചനം ഏത് മേഖല വരുന്നതാണ്? വാട്ടർ സപ്ലൈ, ജലസേചനം ഉണ്ടല്ലോ, വാട്ടർ സപ്ലൈ ഈസ് കമ്മിങ് അണ്ടർ വിച്ച് സെക്ടർ? ഏത് മേഖലയിലാണ് വാട്ടർ സപ്ലൈ വരുന്നത്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? എന്ത് തോന്നുന്നു? സെക്കൻഡറി. 2 പ്രൈമറി. സൂര്യൻ പറഞ്ഞു പ്രൈമറി പറഞ്ഞു, ആൻസിമൻ പറഞ്ഞു സെക്കൻഡറി എന്ന് പറഞ്ഞു. സാർ പറഞ്ഞോളൂ. ടെറിഷറി സെക്ടർ. ടെറിഷറി ആണ്. ആരാ പറഞ്ഞത്? പറഞ്ഞാരാണ്? ആരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻസിമൻ പറഞ്ഞു ഗ്യാസ് വാട്ടർ സപ്ലൈ സെക്കൻഡറി ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇപ്പം ട്രിവാൻഡ്രത്തുള്ള പ്രൈമറി എന്ന് പറഞ്ഞു, അരുൺ പ്രൈമറി എന്ന് പറഞ്ഞു. സോ ട്രിവാൻഡ്രത്ത് ഉള്ളതറിയാം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ദർ ഇസ് എ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇൻ അരുവിക്കര, അറിയായിരിക്കുമല്ലോ. അരുവിക്കരയിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് അരുവിക്കരയിൽ. സോ അതുപോലെ ഞാൻ ഇൻ മൈ കോളേജ് ഡേയ്സ് ഐ യൂസ് ടു വിസിറ്റ് ഡൽഹി ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോയിട്ടുണ്ട്. നമ്മുടെ ഡൽഹിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി അവർ വെള്ളം എടുക്കുന്നത് യമുന നദിയിൽ നിന്നാണ്. നോക്കുവാണെങ്കിൽ in our country we can see there are different water treatment facilities. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കിട്ടുമ്പോൾ നദിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? ഒരു റിവർ ഉണ്ടാവും, അല്ലെങ്കിൽ ലേക്ക് ഉണ്ടാവാം. നമ്മൾ ഈ പറഞ്ഞ റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ നേരിട്ട് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റിവറിലെയും ലേക്കിലൊക്കെ വെള്ളം നമ്മൾ നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ വെള്ളം വരത്തില്ലേ, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും, അത് വരുന്ന നേരിട്ട് എടുക്കുകയാണോ? അല്ല. നമ്മുടെ റിവറിലെ വെള്ളം, ലേക്കിലെ വെള്ളം, ഇറ്റ് വിൽ ബി ഗോയിങ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ്. സോ നമ്മുടെ റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനെ ഡിഫറെന്റ് പ്രോസസ് കൂടെ എന്ത് ചെയ്യാണ്, കടത്തിവിടുകയാണ്. ആദ്യം തന്നെ സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ഒരു സ്ക്രീനിങ് സ്റ്റേജ് ആണ്. ഒരു സ്ക്രീനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിവറിലെ വെള്ളത്തിനെ വലിയ മെഷ് കെട്ടിയിട്ട് അവിടെ അകത്തേക്ക് കയറ്റും, നമ്മുടെ പ്ലാന്റിനകത്തേക്ക് കയറ്റും. ആൻഡ് അതിന് റിവറിനകത്ത് ഒഴുകി വരുന്ന ചിലപ്പോൾ ചില ഡെഡ് ബോഡീസ് കാണാം, ചിലപ്പോൾ ചില കല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മരക്കാലും ചെടികളും ആനിമൽസും കാണാം. സോ ഈ പറഞ്ഞ സ്ക്രീനിങ് സ്റ്റേജിൽ അതിനെന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് there will be sedimentation. ഈ പറഞ്ഞ വെള്ളത്തിലുള്ള സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന, താഴെ ഗ്രാവിറ്റി മൂലം സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യുന്നു. സോ നോക്കുവാണെങ്കിൽ റിവറിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ വാട്ടർ. എന്താ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ? ഡ്രിങ്ക് ചെയ്യാൻ കഴിയുന്ന വെള്ളമല്ല. റിവറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെള്ളം ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ ഇൻ നേച്ചർ. എന്നാൽ ഇൻ ദ വാട്ടർ സപ്ലൈ എന്താ ഉണ്ടാവുന്നത്? ഈ റിവറിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനെ, ഈ റോ വാട്ടറിനെ, റിവറിൽ നിന്ന് ലേക്കിൽ നിന്നൊക്കെ വരുന്ന റോ വാട്ടറിനെ വി ആർ കൺവേർട്ടിങ് ഇൻ ടു എ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ. നമുക്ക് കുടിക്കാൻ കഴിയുന്ന രീതിയിൽ പോർട്ടബിൾ വാട്ടറായിട്ട് എന്ത് ചെയ്യാണ്, അതിനെ കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് യു ക്യാൻ സി there is some value addition. നമ്മുടെ വെള്ളത്തിന് ഒന്നുണ്ടായി, ഒരു വാല്യൂ അഡിഷൻ ഉണ്ടായില്ലേ അവിടെ? റിവറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു മൂല്യവർദ്ധന ഉണ്ടായി, അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അത് പോർട്ടബിൾ വാട്ടറായിട്ട് മാറ്റപ്പെട്ടു. സോ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ സെക്കൻഡറി ആണ്. കാരണം ഞാൻ പറഞ്ഞു സെക്കൻഡറി എന്ന് പറയുമ്പോൾ there is conversion of raw materials from nature into a value added item. പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ഒരു വിഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. എവിടെ? ഇൻ ദ കേസ് ഓഫ്
secondary sector. So we can classify the activities in these three sectors: agriculture, fishing, forestry, mining and quarrying. ഇവയെല്ലാം എവിടെ വരുന്നതാണ്? ഇവയെല്ലാം പ്രൈമറിയിൽ വരുന്നതാണ്. Then സെക്കൻഡറി നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, വൈദ്യുതി, അതുപോലെ ഗ്യാസ് സപ്ലൈ, വാട്ടർ സപ്ലൈ, all these are coming under secondary. Then tertiary എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബാങ്കിങ്, ട്രേഡ്, സ്റ്റോറേജ്, ഇവയെല്ലാം എന്താ? ടെറിഷറി ആണ്. സോ അതുപോലെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, സാറേ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് എങ്ങനെയാണ് ടെറിഷറി ആവുന്നത്? ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാവുന്നുണ്ടല്ലോ, ഒരു പുതിയ ഭക്ഷണം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പറയും. സോ ഡൗട്ട് ജെനുവിൻ ആണ്, കാരണം പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് എന്തുകൊണ്ട് സെക്കൻഡറി ആവുന്നില്ല? സോ നോക്കുമ്പോൾ നോർമൽ കേസിൽ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ പ്രൊവൈഡിങ് അക്കോമഡേഷൻ ആൾസോ. ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാ കൺട്രിയിലും ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഇതിനെ സെക്കൻഡറി ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഹോട്ടൽസുകളിലും അക്കോമഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ there is a confusion. ഈ പറഞ്ഞ ഹോട്ടൽസ് ചിലതിനകത്ത് കണ്ടില്ല, ചിലതിനകത്ത് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാം. അതുകൊണ്ട് എന്ത് ചെയ്തു? കോമൺ ആയിട്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റിനെ ടെറിഷറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സേവനമായിട്ടാണ്, സേവന മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. സോ നോർമൽ കേസിൽ ഡൗട്ട് തോന്നാം ഹോട്ടൽസ് സെക്കൻഡറി ആയിക്കൂടെ എന്ന്. എന്നാൽ അതിന് കാരണം എന്താണ്? അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഹോട്ടലും. സിൻസ് ദർ ഈസ് അക്കോമഡേഷൻ സർവീസ് provided by various hotels, we are comparing all the hotels and restaurants into tertiary. ഈ പറഞ്ഞ ഹോട്ടൽ റെസ്റ്റോറന്റിനെ പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെറിഷറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ബാങ്കിങ്, ട്രേഡ്, സ്റ്റോറേജ്, ഇവയെല്ലാം എന്താണ്? സേവന മേഖലയാണ്, ടെറിഷറി ആണെന്ന് അറിയിക്കുക. ആൻഡ് ഇത് കൂടാതെ തന്നെ യു ക്യാൻ സി, ഐ ആം ടേക്കിംഗ് 2 more minutes എടുക്കുകയാണ്, കാരണം ഈ ടോപ്പിക്ക് തീരും ഇപ്പോൾ. ഇത് കൂടാതെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്വാട്ടർണറി ആൻഡ് ക്യൂണറി. സോ നോക്കുവാണെങ്കിൽ ക്വാട്ടർണറി, ക്യൂണറി എന്ന് പറയുമ്പോൾ these are not the further classification, അല്ലെങ്കിൽ these are not 4 or 5 classification അല്ല. മേഖല എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയേ ഉള്ളൂ. എന്നാൽ ഇൻ സം റിപ്പോർട്ട്സ് ഓഫ് വേൾഡ് ബാങ്ക്, നമ്മുടെ ലോക ബാങ്ക്, വേൾഡ് ബാങ്ക്, അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറം മുതലായ ഡിഫറെന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ യു മേ സി ഇൻ ദീസ് ഓർഗനൈസേഷൻസ് ദേ ആർ യൂസിങ് എ സബ് ക്ലാസിഫിക്കേഷൻ ഫോർ ടെറിഷറി. നമ്മുടെ തൃതീയ മേഖലയ്ക്ക് ഒരു സബ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ ക്വാട്ടർണറി, ക്യൂണറി. ആൻഡ് ക്വാട്ടർണറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നോളജ് ബേസ്ഡ് സർവീസ് ആണ്. ലൈക്ക് സർക്കാർ വകുപ്പുകൾ, എഡ്യൂക്കേഷൻ, IT, ഇവയെല്ലാം എന്ത്? ക്വാട്ടർണറി മേഖലയിൽ വരുന്നത്. ഇനി ക്യൂണറി എന്ന് പറയുമ്പോൾ ദിസ് റെപ്രസെന്റ്സ് ദ ഹൈ ക്ലാസ് ജോബ്സ് ഇൻ ദ എക്കണോമി ആണ്. ലൈക്ക് നമ്മുടെ മിനിസ്ട്രി ലെവലുള്ള മിനിസ്റ്റേഴ്സ്, അതുപോലെ കളക്ടേഴ്സ്, നമ്മുടെ KS ഓഫീസേഴ്സ്, അതുപോലെ ദോസ് ഡിപ്ലോമാറ്റ്സ്, നമ്മുടെ IFS ഓഫീസർ അല്ലേ, ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടുന്ന IFS ഓഫീസേഴ്സ്, സോ ഡിപ്ലോമാറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ വേരിയസ് കൺട്രീസ്, അതുപോലെ ദോസ് പീപ്പിൾ ഹു ആർ ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ന്യൂ ടെക്നോളജീസ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യനിർമ്മിത ബുദ്ധി കേട്ടില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മോഡേൺ ടെക്നോളജീസ്, അതിന് ഡേറ്റ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവയൊക്കെയാണ് എന്ത്? ക്യൂണറി വരുന്നത്. സോ യു ക്യാൻ സി ക്വാട്ടർണറിയും ക്യൂണറിയും, ദീസ് 2 സെക്ടേഴ്സ് ആർ ആക്ച്വലി എ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെറിഷറി ആണ്. നമ്മുടെ തൃതീയ മേഖലയുടെ ഒരു സബ് കാറ്റഗറി ആണ് എന്ത്?
ഈ ക്വാട്ടർണറി സെക്ടറും അതുപോലെ ക്യൂണറി സെക്ടറും. ആൻഡ് ഈ സെക്ടറിന്റെ പ്രത്യേകത എന്താ? ദിസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കൺട്രീസ് ഇസ് ഫോർമൽ. ഫോർമാറ്റ് എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഇന്ത്യയിലോ മറ്റു കൺട്രിയിലോ യൂസ് ചെയ്യാറില്ല. only seen in reports of various organizations. ഇപ്പൊ വേൾഡ് ബാങ്കിന്റെയും വേൾഡ് എക്കണോമിക് ഫോറത്തിലൊക്കെ കാണുന്ന പേര് മാത്രമാണിത്. അല്ലാതെ ഒഫീഷ്യലി ഫോർമലി എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ക്വാട്ടർണറി ക്യൂണറി എന്ന രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. സോ ക്വാട്ടർണറി ക്യൂണറി ക്ലാസിഫിക്കേഷനും എന്താണ് അതിൽ വരുന്നത്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ എന്തൊക്കെ മേഖല വരുന്നു എന്നുകൂടെ അറിഞ്ഞിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ദോസ് പ്രൊഫഷണൽസ് ഹു ആർ വർക്കിംഗ് ഇൻ ക്യൂണറി or called as gold collar professionals. So ക്യൂണറി മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതാണ് ഗോൾഡ് കോളർ പ്രൊഫഷണൽസ്. ക്വാട്ടർണറി ആണെങ്കിൽ they are called as pink collar professionals. Then tertiary ആണെങ്കിൽ as a whole it is called as white collar professionals. Then secondary ആണെങ്കിൽ it is called as blue collar professionals. Then primary ആണെങ്കിൽ they are called as brown or red collar professionals. So brown or red for primary, blue for secondary, white for tertiary, pink for quaternary, gold for tertiary. Okay. So and we can see ഈ പറഞ്ഞ മേഖലകൾ നമ്മൾ പറഞ്ഞ പ്രാഥമിക, തൃതീയ, ദ്വിതീയ മേഖലകൾ, ഈ മേഖലകളാണ് ഒരു കൺട്രിയുടെ ദേശീയ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, വാർത്ത കാണുന്നതാണ്. കോവിഡ് വന്ന സമയത്ത് നമ്മൾ വാർത്ത കണ്ടിരുന്നു, ഇന്ത്യ സാമ്പത്തിക മാന്ദ്യം നേരിട്ടു. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നു കോവിഡ് ടൈമില് പ്രാഥമിക മേഖലയായാലും ദ്വിതീയ മേഖലയായാലും തൃതീയ മേഖലയായാലും ഒരു രീതിയിൽ ബാധിക്കപ്പെട്ടു എന്ന രീതിയിൽ നമ്മൾ വാർത്ത കണ്ടു. സോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൺട്രിയിലുള്ള ഒരു സമ്പദ്ഘടനയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഈ മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നതനുസരിച്ച് ഈ പറഞ്ഞ മേഖലയിലുള്ള സാമ്പത്തിക പ്രവർത്തനം എന്ത് ചെയ്യും? മാറാം. സോ സപ്പോസ് നമ്മൾ കണ്ടു ഒരു കോവിഡ് ക്രൈസിസ് വന്നു അല്ലെ, 2020-21 കാലഘട്ടത്തില് ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ എക്കണോമിയിലും ദേ ഫേസ് ദ ഇഷ്യൂ ഓഫ് കോവിഡ് ക്രൈസിസ്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ എല്ലാ എക്കണോമിയിലെയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടായി. നമ്മൾ കണ്ടു, ഈ പറഞ്ഞ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, റൺ ചെയ്യുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? അത് സ്റ്റോൾ ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൈഗ്രന്റ് ലേബറേഴ്സ് നമ്മൾ കണ്ടിരുന്നു അല്ലെ, അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് അവിടെ നാട്ടിലേക്ക് പോകുന്നതായിട്ട് കണ്ടിരുന്നു. അതിനിടയ്ക്ക് കുറെ പേര് മരിച്ചുപോയത് കണ്ടിരുന്നു. സോ വി ഹാവ് സീൻ നമ്മുടെ എക്കണോമിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതനുസരിച്ച് ഈ മേഖലയിലെ പ്രവർത്തനം എന്ത് ചെയ്യാം? ബാധിക്കപ്പെടാം. ആൻഡ് നിലവിൽ നമ്മുടെ ഇന്ത്യ എന്ന എക്കണോമി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഏത് മേഖലയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയാമോ? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയാമോ? വിച്ച് ഇസ് ദ സെക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഇൻ അവർ നാഷണൽ ഇൻകം? നമ്മുടെ ദേശീയ വരുമാനത്തില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏതെന്ന് പറയാമോ? സർവീസ്. വെരി ഗുഡ്. സോ നമ്മൾ കേട്ട് കാണും, എന്താ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ? നാഷണൽ ഇൻകം സിംപ്ലി പറയാം, അല്ലെങ്കിൽ പറയാം ഒരു കൺട്രിയിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം വിച്ച് ഈസ് ജനറേറ്റഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു കൺട്രിയിൽ അക്രൂ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ കൺട്രിയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട വരുമാനത്തിന്റെ ആകെ തുകയാണെന്ത്? നാഷണൽ ഇൻകം സിംപ്ലി പറയാം. സോ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ 3 മേഖലകൾ ഞാൻ പറഞ്ഞു, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. ഈ 3 മേഖല എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺട്രിയുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ GDP-യിൽ ഒരു കൺട്രിയുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ടെറിഷറി ആണ്, സർവീസ് സെക്ടർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ വെൻ യു റീഡിങ് റിപ്പോർട്ട്സ് ഓഫ് ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയാലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ആയാലും റിപ്പോർട്ട് വായിക്കുമല്ലോ. നമ്മൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എക്കണോമിക് റിവ്യൂ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് യു മേ സി സെക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്: അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്,
സർവീസ് സെക്ടർ. നമ്മൾ നേരത്തെ കണ്ട പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന പേര് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. സോ നിങ്ങൾ എക്കണോമിക് സർവേ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ എക്കണോമിക് റിവ്യൂ ആയാലും വായിക്കുമ്പോൾ യു മേ നോട്ട് സീ ദ സെക്ടറൽ ക്ലാസിഫിക്കേഷൻ ആസ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിന് പകരം ഇൻ ദാറ്റ് റിപ്പോർട്ട് യു മേ സീ ദ sectors are classified into agricultural and allied sectors, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ്, ദെൻ സർവീസ് സെക്ടർ എന്ന രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻ കാണാൻ കഴിയുന്നത്. നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം ഉണ്ട് താനും. ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we discussed the main or general classification of sectors, നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവായ മേഖല ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ the sectors were classified into primary, secondary, tertiary എന്നാണ്. And in that primary sector it includes all activities which is directly related to nature. പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനവും അവിടെ വരുന്നതായിരുന്നു, പ്രൈമറിയിൽ വരുന്നതായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് പ്രൈമറി സെക്ടർ one of the complaint was mining and quarrying. മൈനിങ് ആൻഡ് ക്വാറിങ് എന്ന കംപ്ലൈന്റ് ഇവിടെ വരുന്നതായിരുന്നു, പ്രൈമറി വരുന്നതാണ്. കാരണം എന്താ, ഈ പറഞ്ഞ ഖനനമായാലും ക്വാറിങ് ആയാലും നേച്ചറുമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. അതുകൊണ്ട് മൈനിങ് ആൻഡ് ക്വാറിങ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്ടർ. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലെ സെക്ടർ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ വി ആർ യൂസിങ് എ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ടിൽറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ടിൽറ്റ് എന്താണ്, ആ ചേഞ്ച് എന്താണ് നോക്കുവാണെങ്കിൽ ഇൻ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ട എല്ലാ സാധനം വരും. കാർഷിക മേഖല, അതുപോലെ ഈ പറഞ്ഞ ഫോറസ്ട്രി, ഫിഷറീസ്, പോൾട്രി, ലൈഫ് സ്റ്റോക്ക് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ക്വാറിങ്, മൈനിങ് അത് എന്ത് ചെയ്യുന്നില്ല, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിൽ വരുന്നില്ല. അത് വരുന്ന എവിടാണ്, ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. അതൊരു കാരണം ഗവൺമെന്റ് പറയുന്നത് മൈനിങ് ആൻഡ് ക്വാറിങ് പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായിട്ടും വ്യവസായവും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കൽക്കരി ഖനി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മിനറൽസിന്റെ മൈൻ ആയാലും ഓൾ ദീസ് മൈനിങ് ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു ഇൻഡസ്ട്രീസ് ആണ്. നമുക്കറിയാം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ രാജസ്ഥാൻ ഈ ഏരിയയിലൊക്കെ എടുക്കുവാണെങ്കിൽ ധാരാളം മിനറൽ മൈൻസ് ഉണ്ട്. ആൻഡ് ആൾസോ ഈ പറഞ്ഞ മൈൻസിന് അനുബന്ധമായിട്ട് ധാരാളം വ്യവസായങ്ങളും ഉണ്ട്. ഇപ്പം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു റീജിയൻ പറയുമ്പോൾ, വെസ്റ്റ് ബംഗാൾ ആ റീജിയൻ പറയുമ്പോൾ, these are the regions in which we can see there are large number of iron and steel plants. ധാരാളം iron and steel plants, ഉരുക്ക് പ്ലാന്റ് ഉള്ള ഏരിയാസ് ആണ്. ആൻഡ് ഈ പറഞ്ഞ പ്ലാന്റുകളെല്ലാം മെജോറിറ്റി പ്ലാന്റുകളും സ്ഥിതി ചെയ്യുന്നതിന് അടുത്താണ്, മൈൻസിന് അടുത്താണ്. സോ സിൻസ് മൈനിങ് ആൻഡ് ക്വാറിങ് ആക്ടിവിറ്റി നിർമ്മാണ മേഖലയായിട്ട് വ്യവസായ മേഖലയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് മൈനിങ് ക്വാറിങ് ഇൻഡസ്ട്രിയലിനകത്ത് ഉൾപ്പെടുന്നത്. സോ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. മൈനിങ് ക്വാറിങ് പ്രൈമറി ആക്ടിവിറ്റി തന്നെയാണ്, മൈനിങ് ക്വാറിങ് പ്രൈമറി ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷെ എന്താ, ഇന്ത്യയിലെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ വി ആർ കൺസിഡറിങ് ദിസ് മൈനിങ് ആൻഡ് ക്വാറിങ് ആർ ആൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആക്ടിവിറ്റി. പ്രൈമറി ആക്ടിവിറ്റി ആണ്, അതിൽ മാറ്റമില്ല. അത് പൊതുവായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ പ്രൈമറി തന്നെയാണ്, പ്രൈമറി പ്രവർത്തനമാണ്. പക്ഷെ സെക്ടർ ക്ലാസിഫിക്കേഷൻ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ള പോളിസി ഫോർമുലേഷനും വി ആർ ഫോളോയിങ് ദിസ് ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ദെൻ സർവീസ് സെക്ടറിൽ മാറ്റമൊന്നുമില്ല, ടെറിഷറി മേഖല വരുന്ന എല്ലാ പ്രവർത്തനമാണ് സർവീസിൽ വരുന്നത്. സോ ഹിയർ ബൈ വി ആർ കൺക്ലൂഡിങ് ദ ഫസ്റ്റ് സെഷൻ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.